സംശയത്തെ തുടർന്ന് ആറ്റുകാലിൽ ജീവനൊടുക്കിയ ആരതി അമ്മയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ശരീരത്തിൽ മുറിവേറ്റതിന്റെ പാടുകളുള്ള ഫോട്ടോ അമ്മയ്ക്ക് അയച്ചു നൽകിയിരുന്നു. ആശുപത്രിയിൽ പോകാൻ അമ്മ നിർദ്ദേശിച്ചു. ശാരീരികമായും മാനസികമായും ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ജീവനൊടുക്കും മുൻപുള്ള കുറിപ്പിൽ ആരതി പറയുന്നത്. വിവരങ്ങളുമായി ദേവനാണ് ചേരുന്നത്. ദേവൻ, കൂടുതൽ തെളിവുകളാണ് ഈ ഒരു സമയത്ത് പുറത്തേക്ക് വരുന്നത്. ഇത് ഏറെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഇപ്പോൾ ആരതി അമ്മയ്ക്ക് അയച്ച ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ചാറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആരതി നേരിട്ടതായി പറയുന്നത്? സ്വാതി, ഇത് മാർച്ച് 17 ആരതി അമ്മയ്ക്ക് അയച്ച വാട്സാപ്പ് സന്ദേശത്തിന്റെ ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ പ്രത്യേകമായി നമുക്ക് കാണാൻ കഴിയും, കഴിഞ്ഞ ദിവസമാണ് ആരതി ഇത്തരത്തിൽ ഈ ആറ്റുകാലുള്ള വീട്ടിൽ ജീവനെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനും മാസങ്ങൾക്ക് മുൻപേ തന്നെ ആരതി അതിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ശാരീരികമായി പീഡനം ഏറ്റുവാങ്ങിയിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ മാർച്ച് 17 അയച്ചിരിക്കുന്ന സന്ദേശങ്ങളും അതിനൊപ്പം നൽകിയിരിക്കുന്ന ചിത്രങ്ങളും. അതിൽ ആരതിക്ക് മുറിവേറ്റ പാടുകൾ അമ്മയ്ക്ക് അയച്ചു നൽകിയിരിക്കുന്നത് കൃത്യമായും അതിൽ കാണാൻ കഴിയും. മാത്രമല്ല, ഈ ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ അമ്മയെ കാണിക്കുമ്പോൾ അമ്മ ആശുപത്രിയിൽ പോകാനായി നിർദ്ദേശിക്കുന്നതും ആ ചാറ്റിലുണ്ട്. പക്ഷേ അതേസമയം തന്നെ ആരതി അതിന് മറുപടിയായി അതുലിന്റെ അമ്മയോട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചികിത്സയ്ക്ക് ആള് ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഡോക്ടർമാർ ഉണ്ടാകില്ല എന്നും പറയുന്നത് കാണാം. മാത്രമല്ല, വീട്ടിൽ അത് നമുക്ക് വീട്ടിൽ തന്നെ തൈലമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൈ തടവി തരാമെന്നുള്ള മറുപടിയൊക്കെയാണ് അതുലിന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആരതി അത് വ്യക്തമാക്കുന്നത്. അതേസമയം അതിന് പകരം ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ പോകണമെന്ന് ആരതിയോട് അമ്മ പറയുന്നതും ആ ചാറ്റിൽ തന്നെയുണ്ട്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയാൽ അവിടെ അവർ ചോദിക്കുമ്പോൾ എന്ത് പറയും എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്ന് ആരതി അതിന് മറുപടിയായി നൽകുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ അറിയണ്ടേ, അതുകൊണ്ട് തന്നെ ഇത് അവരോട് പറയണം. പക്ഷേ നീ കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും പോകണ്ട, അല്ലെങ്കിൽ അവിടെ പോയി വേറൊന്നും ചെയ്യേണ്ട, തൽക്കാലം മറ്റ് കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും പോകണ്ട എന്നും അമ്മ മറുപടി നൽകുന്നതായി ഈ സന്ദേശത്തിൽ കാണാൻ കഴിയുന്നു. അതായത് ഈ സംഭവങ്ങളെല്ലാം തന്നെ ആരതി അമ്മയോട് പറയുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധം ഉപേക്ഷിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ അതിനൊരു പ്രശ്നമാകേണ്ട എന്ന് കരുതിക്കൊണ്ടാണ് പലപ്പോഴും ഇക്കാര്യങ്ങൾ പുറത്തേക്ക് അറിയാതിരുന്നത്. ഈ ചിത്രങ്ങളും സന്ദേശങ്ങളും എല്ലാം തന്നെ അമ്മയ്ക്ക് അയക്കുന്നതിനോടൊപ്പം തന്നെ വിദേശത്തുള്ള അച്ഛനും ആരതി ഇതെല്ലാം തന്നെ അയച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് താൻ ഒറ്റയ്ക്ക് വരുത്തി വെച്ചതല്ലല്ലോ, ഇതൊരു ഒറ്റയ്ക്ക് വരുത്തി വെച്ചതല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛന് കൂടി ഈ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോ ഫോട്ടോ ദൃശ്യങ്ങളെല്ലാം തന്നെ അച്ഛനും അയച്ചു കൊടുത്തിരിക്കുന്നത്. ഏതായാലും അതിൽ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ആരതി ഡയറി കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങളുടെ കൂടുതൽ തെളിവുകൾ, അതിന്റെ അമ്മയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റിന്റെ ദൃശ്യങ്ങളും അതിന്റെ തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ക്രൂരമായിട്ടാണ് അതിൽ ആരതിയോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ വിവാഹത്തിന്റെ ഭാഗമായി ചോദിക്കുകയാണ്. ഇന്നിപ്പോൾ അതുലിനെ കോടതിയിൽ ഹാജരാക്കുകയാണ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതാണ്, വലിയ തരത്തിലുള്ള പീഡനമാണ്, ശാരീരികമായിട്ടുള്ള പീഡനം, മാനസികമായിട്ടുള്ള പീഡനം. ഈ ആരതിയുടെ മുകളിൽ കയറിയിരുന്ന് മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നു. ശരീരത്തിൽ അധികം മുറിവുകൾ ഉണ്ടാകാത്ത രീതിയിലുള്ള ഉപദ്രവം, മർദ്ദനം ഒക്കെ ഏറ്റതായിട്ടുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ ഈ ഒരു വാട്സാപ്പ് സന്ദേശം അടക്കം പുറത്തേക്ക് വരുന്നത്. ഇതിൽ കൃത്യമാണ്, വ്യക്തമാണ് ആരതി മർദ്ദനമേറ്റിട്ടുണ്ട്, പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതി ഇതിനെയൊക്കെ ഏത് രീതിയിലാകും പരിഗണിക്കുക? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അതുലിനെ കോടതിയിൽ ഹാജരാക്കുക എന്നാണ് ഫോർട്ട് പോലീസിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ തന്നെ ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുന്നിൽ, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിൽ ഹാജരാക്കാനാണ് സാധ്യത. കോടതിയിൽ ഈ കാര്യമെല്ലാം തന്നെ മജിസ്ട്രേറ്റോട് വ്യക്തമാക്കും. മാത്രമല്ല, ഈ തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട്. ആരതിയുടെ ഒരു ഓഡിയോ സന്ദേശം, അതായത് ആരതി തന്നെ സ്വയം ഫോണിൽ റെക്കോർഡ് ചെയ്ത ഒരു ഓഡിയോ സന്ദേശം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആരതിയുടെ ഫോണിൽ നിന്നും. അതിൽ നിന്നും തനിക്ക് ഈ മാനസിക സമ്മർദ്ദം തനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നും മരിക്കാതെ നിവൃത്തിയില്ല എന്നും ആരതി വ്യക്തമാക്കുന്ന ഒരു സന്ദേശമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ഒപ്പം തന്നെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഗാർഹിക പീഡന നിരോധന നിയമവും, ഈ രണ്ട് വകുപ്പുകളും അതിനു മേൽ ചുമത്താനുള്ള എല്ലാ തെളിവുകളും, സാഹചര്യ തെളിവുകളും ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമ്പോൾ അറസ്റ്റ് സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല, അപ്പോൾ തന്നെ ഒരു കസ്റ്റഡി അപേക്ഷ നൽകാൻ കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. ആ കസ്റ്റഡി അപേക്ഷയ്ക്ക് ശേഷം പോലീസ് അതിനെ കസ്റ്റഡിയിൽ വാങ്ങും. ഒരുപക്ഷെ 2 ദിവസത്തേക്കോ അല്ലെങ്കിൽ 3 ദിവസത്തേക്കോ ഉള്ള കസ്റ്റഡി അപേക്ഷയായിരിക്കും നൽകുക. ഈ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് ഈ അറിയേണ്ട
അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതായത് എന്തിനായിരുന്നു അതുൽ ഇത്തരത്തിൽ നിരന്തരമായി ആരതിയെ പീഡിപ്പിച്ചിരുന്നത്? ഒരുപക്ഷെ ഏതെങ്കിലും ഈ ആരതിയുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത് പോലെ തന്നെ അതിൽ മറ്റേതെങ്കിലും തരത്തിൽ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഈ ബന്ധം ഉപേക്ഷിക്കുന്നതിന് പകരം എന്തിനായിരുന്നു നിരന്തരമായി ഈ ബന്ധം തുടർന്നു കൊണ്ടുപോവുകയും ഈ ശാരീരികമായി ആരതിയെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെ കടക്കുകയും ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. അത് അതിൽ തന്നെയാണ് പോലീസിനോട് വ്യക്തമാക്കേണ്ടതും. അതിനായിട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യൽ പോലീസിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിനെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം 2 ദിവസത്തെ കസ്റ്റഡിയിൽ അതിനെ വാങ്ങും. ആ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ആയിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്ന കാര്യങ്ങൾ പോലെ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ആരതിയുടെ ബന്ധുക്കൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ഈ വിവാഹത്തിന് ശേഷം അതിന്റെ ഭാഗത്ത് നിന്നും ആരതി നേരിട്ട കടുത്ത മാനസിക ശാരീരിക പീഡനത്തിന്റെ അതിന്റെ തെളിവുകളും അതിന്റെ മറ്റ് വിശദാംശങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ അതിനെ പോലീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിന്റെയും തെളിവുകൾ പരമാവധി ശേഖരിച്ച ശേഷമാണ് അതിന്റെ അറസ്റ്റിലേക്കും ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ഏതായാലും ശക്തമായ നിയമ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സ്വാതി.